സംഘർഷത്തിന്റെ മൂർച്ച കൂട്ടുന്ന ഇന്ത്യ ഏപ്രിൽ 29-ന് പാകിസ്ഥാന് നേരെ വീശിയത് ഇലക്ട്രോണിക് യുദ്ധത്തിന്റെ ഒളിയമ്പുകളായിരുന്നു. GPS, ഗ്ലോനാസ്, ബെയ്സൗ എന്നിവയുൾപ്പെടെയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഹൈ ഫ്രീക്വൻസി ജാമിംഗ് സംവിധാനങ്ങൾ വരെയാണ് അന്ന് ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിരുന്നത്. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം തന്ത്രപരമായി സ്ഥാപിച്ചിരുന്ന ഈ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ ആത്മവിശ്വാസത്തെ കൊന്നൊടുത്തതായിരുന്നു. ഇന്ത്യയുടെ ഇലക്ട്രോണിക് യുദ്ധവിമാന ശേഷികൾ വളരെ മികച്ചതാണ്. സെന്റർ ഫോർ ലാൻഡ് വാർഫയർ സ്റ്റഡീസ് 2024 കണക്കുകൾ പ്രകാരം സായുധ സേനയിലുടനീളം 50-ലധികം സമർപ്പിത സംവിധാനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. സ്പെക്ട്ര സ്യൂട്ട് സംഘടിപ്പിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ റഫേൽ ജെറ്റുകളും INS സൂറത്ത് പോലുള്ള യുദ്ധക്കപ്പലുകളിലെ നാവികസേനയുടെ ശക്തി സിസ്റ്റവും GNSS സിഗ്നലുകൾക്കെതിരെ നൂതന ജാമിംഗ് ശേഷികൾ നൽകുന്നവയാണ്. ദൗത്യത്തെ പിന്തുണയ്ക്കുന്നതിന് നിർണായക മികവ് നൽകുക എന്നതാണ് ഇലക്ട്രോ വാർഫെയറിന്റെ ലക്ഷ്യം. ഭീഷണികൾ അതിർത്തി കടന്ന് എത്തുന്നതിന് മുൻപ് തന്നെ വായുവിലും വെള്ളത്തിലും ഭൂമിയിലും ബഹിരാകാശത്ത് പോലും സായുധ സേനകൾക്ക് പോരാട്ടത്തിന് വീര്യം നൽകുന്നവയാണ് ഇലക്ട്രോണിക് വാർഫെയറുകൾ. ഇത്തരത്തിലുള്ള നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും വിന്യസിപ്പിക്കുന്നതിലും ഇന്ത്യ ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. സംയുക്ത ശക്തി, ധാരാശക്തി എന്നിവയൊക്കെയാണ് അവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത്. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവിടങ്ങളിൽ വികസിപ്പിച്ച് വിന്യസിച്ചുകൊണ്ടിരിക്കുന്നവയാണ് ഇത്. ടാറ്റ പവർ, ടാറ്റ പാറ്റേൺസ് തുടങ്ങിയ സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തത്തോടെ DRDO, BEL, ECIL, ഇന്ത്യൻ ആർമി എന്നിവർ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു മൊബൈൽ സംയോജിത ഇലക്ട്രോണിക് യുദ്ധവിമാന സംവിധാനമാണ് സംയുക്ത. യുദ്ധക്കളത്തിലെ ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് വൈവിധ്യമാർന്ന ഫ്രീക്വൻസികൾ ഉൾക്കൊള്ളുകയും ഇലക്ട്രോണിക് ഇന്റലിജൻസ്, ഇലക്ട്രോണിക് കൗണ്ടർ മിഷനുകൾ പോലുള്ള കഴിവുകളാണ് നൽകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം കൂടിയാണ് സംയുക്ത. ഇതിന്റെ ഓരോ സിസ്റ്റവും 145 ഗ്രൗണ്ട് മൊബൈൽ വാഹനങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അവയ്ക്ക് 3 കമ്മ്യൂണിക്കേഷൻ സെഗ്മെന്റുകളും 2 നോൺ കമ്മ്യൂണിക്കേഷൻ സെഗ്മെന്റുകളുമുണ്ട്. കൂടാതെ 150 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ വിസ്തീർണവും ഇവയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഇന്ത്യൻ നാവികസേനയുടെ മൂലധന യുദ്ധക്കപ്പലുകൾക്കായി DLRL വികസിപ്പിച്ചെടുത്ത ഒരു നൂതന EW സിസ്റ്റമാണ് ശക്തി. ഇതിന് പരമ്പരാഗതവും ആധുനികവുമായ റഡാറുകളെ തടസ്സപ്പെടുത്താനും കണ്ടെത്താനും തരം തിരിക്കുവാനുമുള്ള കഴിവുണ്ട്. ഇത് ആധുനിക റഡാറുകൾക്കും കപ്പൽ വിരുദ്ധ മിസൈലുകൾക്കുമെതിരെ ഒരു ഇലക്ട്രോണിക് പ്രതിരോധ പാളിയായാണ് നിലനിൽക്കുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ലബോറട്ടറിയായ ഹൈദരാബാദിലെ ഡിഫൻസ് ഇലക്ട്രോണിക് റിസർച്ച് ലബോറട്ടറിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി വൈഡ് ബാൻഡ് ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷീനേഴ്സ്, ഇലക്ട്രോണിക് കൗണ്ടർ മെഷീൻ എന്നിവയുമായി ഈ സിസ്റ്റം സംയോജിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി മരുഭൂമികളിലും സമതലങ്ങളിലും ഉൾപ്പെടെ വിവിധ ഭൂപ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സമഗ്രമായ EW സിസ്റ്റമാണ് ധാരാശക്തി. നിയന്ത്രണം, പ്രതിരോധ നടപടികൾ, ജാമിംഗ്, നിരീക്ഷണം, ദിശ കണ്ടെത്തൽ എന്നിവയൊക്കെയാണ് ഇവയുടെ കഴിവ്. ശത്രുവിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ നിർവീര്യമാക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ആധുനിക യുദ്ധക്കളത്തിലെ ഒരു പ്രധാന തുറുപ്പുചീട്ടാണ്. ഫൈറ്റർ ജെറ്റുകൾ, AEW&C റഡാറുകൾ, സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ ശത്രു സിഗ്നലുകളെ തടസ്സപ്പെടുത്താൻ ധാരാശക്തിക്ക് കഴിയും. കൂടാതെ ഇലക്ട്രോണിക് സിഗ്നലുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് കണ്ടെത്തുന്നതിലൂടെ ഇതിന് ശത്രുസ്ഥാനങ്ങൾ കൃത്യമായി കണ്ടെത്താനാകും. ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, നിരീക്ഷണ ആൻഡ് ജാമിംഗ്, EW സിസ്റ്റം, D29 തുടങ്ങിയവയൊക്കെ ഇന്ത്യൻ EW സിസ്റ്റങ്ങളിലെ മറ്റു പ്രധാനപ്പെട്ടവയാണ്. നേരിട്ടുള്ള ഊർജത്തിന്റെയും സംയോജിത സൈബർ കഴിവുകളുടെയും ഫലമായാണ് ഈ ഇലക്ട്രോണിക് വാർഫെയർ എന്നത്. കൂടുതൽ വികസിതമായ EWകൾക്ക് എതിരാളികളുടെ ഡാറ്റ തടയാനും തിരിച്ചറിയാനും ഡീകോഡ് ചെയ്യാനും കഴിയും. ശത്രു പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനായി നേരിട്ടുള്ള ഊർജം പോലും പ്രൊജക്റ്റ് ചെയ്യാൻ ഇതിന് കഴിയുമെന്നതാണ് മറ്റൊരു കാര്യം. ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളോട് കിടപിടിക്കാൻ വന്നാൽ പാകിസ്ഥാന്റെ വേരറുക്കുമെന്ന് പാകിസ്ഥാന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ ഇന്ത്യ EW സിസ്റ്റം വിന്യസിച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ സേനകൾ ജാഗരൂകരാകുകയും കുറെ സൈനിക കേന്ദ്രങ്ങളൊക്കെ അവിടെ നിന്നും ഒഴിപ്പിച്ചതും. സ്വന്തമായി ഇലക്ട്രോണിക് യുദ്ധവിമാന ഉപകരണങ്ങൾ ഇല്ലെങ്കിലും ചൈന വിതരണം ചെയ്യുന്ന DWL-002 സർബ് കോസ്റ്റൽ ഇലക്ട്രോണിക് യുദ്ധവിമാന സംവിധാനങ്ങളാണ് പാകിസ്ഥാന്റെ ഏക ആശ്രയം എന്ന് പറയുന്നത്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലിലാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്.
അതേസമയം ഇന്ത്യ തിരിച്ചടിക്ക് ഒരുങ്ങുന്നുവെന്ന സൂചന സജീവമായി നിൽക്കെ പാകിസ്ഥാൻ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തി. 120 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് പരീക്ഷിച്ചത്. പാകിസ്ഥാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും നയതന്ത്ര ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും പരിശീലന വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിച്ചുവെന്നാണ് വിവരം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ നീക്കം. അതിർത്തിയിൽ സംഘർഷം അതിരൂക്ഷമാകുന്നതിനിടെ ചൈനീസ് അംബാസഡർ പാകിസ്ഥാൻ പ്രസിഡന്റിനെ കണ്ടു. പഹൽഗാം ഭീകരാക്രമണത്തിലടക്കം പാകിസ്ഥാൻ അനുകൂല നിലപാടുകളാണ് ചൈന നേരത്തെ സ്വീകരിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ സന്ദർശനം സുപ്രധാനമെന്നാണ് വിലയിരുത്തൽ. അതിനിടെ ഇന്ത്യയുടെ നീക്കം തടയുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാൻ പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ നീക്കമൊരുങ്ങി. ജമ്മു കശ്മീരിൽ ഭീകരർക്ക് സഹായം നൽകുന്നവരെ കണ്ടെത്താൻ നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് സുരക്ഷാ സേന. സംസ്ഥാന വ്യാപകമായി 2800 പേരെ ഇതിനോടകം കസ്റ്റഡിയിലെടുത്തു. ഇത് ചോദ്യം ചെയ്യുകയാണെന്ന് സുരക്ഷാ സേന അറിയിച്ചു. 90 പേർക്കെതിരെ കേസെടുത്തെന്നും കശ്മീർ IG പറയുന്നു. പൂഞ്ചിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയ സൈന്യം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായ സമയമാണ്. പാകിസ്ഥാന്റെ വെള്ളം മുട്ടിച്ചുകൊണ്ട് ആദ്യം നയതന്ത്രപരമായ പ്രഹരം ഇന്ത്യ നൽകിയപ്പോഴും പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള വിവാദ പ്രസ്താവനകളാണ് ഇന്ത്യക്കെതിരെ നടത്തുന്നത്. ഇപ്പോൾ ചൈന പാകിസ്ഥാനെ കണ്ടു, ചൈനയുടെ പ്രതിനിധി പാകിസ്ഥാനെ കണ്ടു. മാത്രമല്ല മിസൈൽ പരീക്ഷണം ഉൾപ്പെടെ പാകിസ്ഥാൻ നടത്തി എന്ന് പറയുമ്പോൾ ഇന്ത്യയെ വീണ്ടും പ്രകോപിപ്പിക്കുന്ന നടപടികളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ, റഷ്യ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, മാത്രമല്ല പാകിസ്ഥാന്റെ ഭാഗമായ ബലൂച്ച് ലിബറേഷൻ ആർമി ഉൾപ്പെടെ ഇന്ത്യക്കൊപ്പമാണ് നിൽക്കുന്നത്. ഇന്ത്യയുടെ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ തിരിച്ചടി നൽകാൻ കാത്തു നിൽക്കുകയാണ് ഇവരൊക്കെ. ഇസ്രായേൽ പറയുന്നത് തന്നെ, എൻ്റെ സഹോദരനെ നിങ്ങൾ അടിച്ചാൽ അത് എന്നെ അടിക്കുന്നത് പോലെയാണ്, അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ ഇന്ത്യക്കെതിരെ വന്നാൽ അത് ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നത് പോലെയാണ് എന്നാണ്. അത്രമാത്രം അഭേദ്യമായ ബന്ധം ഇസ്രായേലും ഇന്ത്യയും തമ്മിലുണ്ട്. അതുപോലെ തന്നെയാണ് ട്രംപ്. ഒരു തരത്തിലുമുള്ള പിന്മാറ്റത്തിന് ഇന്ത്യയും പാകിസ്ഥാനും സുഹൃത്തുക്കളാണ് എങ്കിലും ഇന്ത്യക്കൊരാവശ്യം വന്നാൽ ഞങ്ങൾ ഇന്ത്യക്കൊപ്പം മാത്രമേ നിൽക്കൂ എന്ന നിലപാട് ട്രംപും എടുക്കുന്നു. റഷ്യ പറയുന്നത്, എന്തായുധങ്ങൾ വേണമെങ്കിലും ഇന്ത്യക്ക് തരാൻ ഞങ്ങൾ തയ്യാറാണ്, സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ പിന്നെ, ആദ്യം യുദ്ധക്കോപ്പുകളുമായി നിങ്ങൾ പൊക്കോളൂ എന്നാണ് റഷ്യ വരെ ഇന്ത്യയോട് പറയുന്നത്. ലോകരാജ്യങ്ങളിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പമാണ്. മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ മുതൽ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ്. പ്രത്യേകിച്ച് തീവ്രവാദത്തെ തള്ളിപ്പറയുന്ന, തീവ്രവാദത്തെ എതിർക്കുന്ന, തീവ്രവാദികളുടെ വേര് അറുത്തെടുക്കണമെന്ന് പറയുന്ന ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ ഒന്ന് അനുനയിപ്പിക്കാൻ ആർക്കാണ് കഴിയുക എന്ന് പാകിസ്ഥാൻ ചിന്തിക്കുന്നത്. ആരെക്കൊണ്ട് നടക്കും ഇന്ത്യയെ ഒന്ന് അനുനയിപ്പിക്കാൻ എന്നുള്ള ചിന്തയിൽ പാകിസ്ഥാൻ നെട്ടോട്ടം ഒടുകണം. അതിനിടയ്ക്കാണ് EW സിസ്റ്റം കൂടി ഇന്ത്യ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. ഇത് പാകിസ്ഥാന്റെ കാലിനായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.